അമേരിക്കയിലുള്ള പിച്ചക്കാരനെ പോലെ ഉണ്ട്. ധർമ്മക്കാരനാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മത് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. ചേട്ടാ നമുക്ക് ഈ കോട്ടിനെ കണ്ടം വെക്കണോ അതോ നമുക്ക് എടുത്ത് ഇടണോ? കോട്ടും കൊള്ളാം പാട്ടും കൊള്ളാം. കാരണം നീ നല്ല എന്താണ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, മുഖത്ത് നല്ല ഭാവമുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റെപ്സ് ആയിരുന്നു. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. സാധാരണ ജഡ്ജസ് എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഈ കണ്ടം വെച്ച കോട്ടിന്റെ ഇടയിലിരിക്കുന്ന മൂട്ട പോലെ കുട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന അവരെ ചൊറിയുന്ന മൂട്ടകൾ പോലെയാണ് എന്ന് ധരിക്കേണ്ട. നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ് അല്ലേ? അയ്യോ ഇതായിരുന്നു സ്നേഹ ജോൺസൺ, മനസ്സിലായില്ലേ? ഇതെന്താ ആരാതെന്ന് ചോദിച്ചേ? അല്ല മുടിയൊക്കെ കെട്ടിയിരിക്കുന്ന അല്ല കണ്ടില്ലേ? ആരായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ആരായത്? ആരായത് ഹായ്, ഇത് ആരായത്? ആരാ ഇവിടെ വന്നിരിക്കുന്നേ? കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും. ഇപ്പോഴും ആ പഴയ രാജഹംസം എന്റെ ചെവി കിടക്കുക. എന്ത് ചെയ്യാന്? അത് മായുന്നതേ ഇല്ല. ഇപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അത് വെച്ചിട്ടേ ഞാൻ സ്നേഹ അളക്കത്തുള്ളൂ. അനന്യക്കുട്ടിയേ, അതെന്താ അങ്ങള് പുറകില് കണ്ടോ? ബോണ്ട ഉണ്ടാക്കി ഞാൻ കഴിച്ചു നോക്കി, അമ്മയായിരുന്നു. ഇനി നിങ്ങളും കൂടി കഴിച്ചു നോക്കിയാ അസ്സലാം. അനന്യക്കുട്ടിക്ക് മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം കഥ ചൊല്ലാൻ വാ മധുമന്ദാരം, ഇനി നീയല്ലയോ ണ്ടല്ല പറയുന്നത് കേട്ടോ. നീ ചില കഴുകന്മാരുണ്ട് ഫേസ്ബുക്കിൽ, ചില കഴുകന്മാരുണ്ട്. ഓ ബോണ്ട കൊടുത്തോണ്ടാണ് നമ്മൾ ഇനി ഗ്രേഡ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യണ്ട, പാടിയതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞൊരു ലുക്കുമില്ല, അതും നമുക്കൊരു പ്രശ്നമല്ല. എനിക്ക് മെസ്സേജസ് വരാറുണ്ട്, അതായത് എത്ര കാശ് വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് ഗ്രേഡ് കൊടുക്കുന്നത്. നമുക്കിപ്പം ബാങ്കിൽ വിടാൻ സ്ഥലമില്ലല്ലേ. പ്രൈമറിലി അവരുടെ അമ്മയുടെ ഒരു ഡെഡിക്കേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ, എനിക്കിണക്കിളി നീയേ ഇനിയുള്ള യാത്രയിൽ.
Flowers Top Singer powered by High-Tech Dazzler Luminous Liquid Makeup, Eastern and RKG Ghee. ടോപ്പ് സിംഗർ വേദിയിലെ കുരുന്നുകളുടെ പ്രിയ ഗുരുക്കന്മാർ, നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം എം ജി അങ്കിൾ, അനു ചേച്ചി, ഋതു ചേട്ടൻ. താളമേളങ്ങൾക്ക് അകമ്പടിയുമായി എത്തുന്ന നമ്മുടെ സ്വന്തം ബാൻഡിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ടോപ്പ് സിംഗർ വേദിയിലെ ഭാവഗായകൻ, പ്രേക്ഷകരുടെ പ്രിയ ഗായകൻ, വെൽക്കം ജെയ്ഡൻ ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ പോകുന്നത് കണ്ണം വെച്ച കോട്ട് എന്ന സിനിമയിലെ കണ്ണം വെച്ചൊരു കോട്ടാണ് എന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് മെഹബൂബ് സാറാണ്. ഇത് മലയാളം ചരിത്രത്തിലെ ആദ്യത്തെ കളർ ഫിലിമാണ് കണ്ണം വെച്ച കോട്ട എന്ന സിനിമ. ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നത് എസ് പി പിള്ളൈ സാറാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു റോഡുണ്ട്, എസ് പി പിള്ളൈ റോഡ്. എൻ്റെ അമ്മ എസ് പി പിള്ളൈ സാറിൻ്റെ വീടും പിന്നെ ആ റോഡൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ് ഈ പാട്ട് പാടാൻ. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എസ് പി പിള്ളൈ സാർക്ക് വേണ്ടി. ആഹാ, ജെയ്ഡൻ ദ മജീഷ്യൻ ആണോ? അല്ലല്ല. ഹാറ്റ് ഉണ്ട്, ഹാറ്റ് ട്രിക്ക് ഉണ്ടോ? സ്ട്രീറ്റ് സിംഗർ അല്ല. അതുമല്ലേ, പിന്നെന്തായിരിക്കും? ഇത് കണ്ടിട്ടൊരു അമേരിക്കയിലുള്ള ഒരു പിച്ചക്കാരനെ പോലെ ഉണ്ട്. കർമ്മക്കാരനാണ്. ആ, അതാണ് ഞാൻ പറഞ്ഞത്. അതിനാണ് ഞാൻ പിച്ചക്കാരൻ എന്ന് പറഞ്ഞത്. അതാണ് സ്ട്രീറ്റ് സിംഗർ എന്ന് പറഞ്ഞത്. ഓ അതെ, എനിക്കെന്തോ രാജ് കപൂറിനെ പോലെ തോന്നി അല്ലേ, നമ്മുടെ ഗ്രേറ്റ് ലെജൻഡറി ആക്ടർ. ഏതായാലും ഹിന്ദി പാട്ടല്ലേ? ഏത് പാട്ടാണ്? അല്ല, മലയാളം പാട്ടാണ്. ആ, കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്. അടിപൊളി. കണ്ടം വെച്ച കോട്ടുമായി വന്ന ജെയ്ഡോ എന്തോ തകർക്കൂ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പിണ കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല, കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പിണ കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ, കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കട കോട്ടാണ്, ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്.
കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടില് മുയിമൻ പാട്ടാണ് ചേട്ടാ നമുക്ക് ഈ കോട്ടിനെ കണ്ടം വെക്കണോ അതോ നമുക്ക് എടുത്ത് ഇടണം? ജേഡോ, എന്തോ കോട്ട് കൊള്ളാം, കോട്ടും കൊള്ളാം, പാട്ടും കൊള്ളാം. താങ്ക് യു. കാരണം നീ നല്ല എന്താണ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, മുഖത്ത് നല്ല ഭാവമുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്റ്റെപ്സ് ആയിരുന്നു. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. അപ്പൊ ആ സ്റ്റെപ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇത് പോകുമോ എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ അത് മൂന്നാമത്തെ ചരണ റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ അവിടെ വന്ന റബ്ബിൻ കൽപ്പന കേട്ടു നടക്കണ ചെറിയ സാധനം അത്രേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ താളത്തിന് അങ്ങോട്ട് ഒരു ചിലപ്പം ഓടുന്ന പോലെ തോന്നുന്നു, ചിലപ്പം വലിയുന്ന പോലെ തോന്നുന്നു. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കേൾക്കാൻ വളരെ സുഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം എസ്പെഷ്യലി ആ പാട്ടിന്റെ ഒരു കോഡ് ഡിമിനിഷിങ് താഴോട്ട് വരുന്നുണ്ടല്ലോ, എന്താണ് അത് ഫൈസലിനെ കണ്ടെടുത്തോ? അത് അതിനകത്ത് ശരിക്കും റെക്കോർഡിലുണ്ട്. ഉണ്ടോ? സാധാരണ ഇല്ല. അത് ഫൈസലിനെ കണ്ടുപിടുത്തം. ജോസണ്ണനാണോ ഫൈസലാണോ അത് രണ്ടുപേരും ചേർന്നാണോ? എല്ലാരും കൂടെ ചേർന്നിട്ടാണ്. അത് കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് ഒന്ന് കേട്ടാ കൊള്ളാം കേട്ടോ, പ്ലീസ്. ഏതഭാഗമാണ്? ആ അതുണ്ട്. കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ ഇത് കണ്ടം വെച്ചൊരു വീണ്ടും കോട്ടിലിരിക്കണ വൻമൂട്ടേ മൂട്ടേ നീത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂശേട്ടെ. ഒരു മൈനർ സിക്സിന്റെ കുറവ് കൂടെ ഉണ്ട്. അതിലൂടെ കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഓ തകർത്ത്. പക്ഷേ എന്തായാലും കണ്ണാ കണ്ടുപിടുത്തം സൂപ്പർ. കാരണം നമുക്ക് നമ്മളെ വേറൊരു ലോകത്തോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തത്. ചെറുതാണെങ്കിലും സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. നല്ല ഒരു പെട്ടെന്ന് ആ പാട്ടിനെ ബൂസ്റ്റ് ചെയ്തത്. വെരി ഗുഡ്. ഇങ്ങനെയൊക്കെയുള്ള ഇംപ്രവൈസേഷൻ വീണ്ടും വീണ്ടും വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു താളത്തിൻ്റെ ശകലം പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ യു സാങ് ബ്യൂട്ടിഫുള്ളി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വേറൊന്നുമല്ല, ഇത് ഏത് വർഷത്തെ പാട്ടായത്? 1961 ആദ്യത്തെ കളർ ഫിലിമിലെ പാട്ടാണ്. 1961. യെസ്. അപ്പൊ അതൊക്കെ വീണ്ടും എടുത്ത് പാടുക എന്ന് പറയുന്നത് തന്നെ മോനെ ഒരു വലിയ അഭിനന്ദനം തരുന്നു കേട്ടോ. വേറൊന്നുമല്ല, 61-ലുള്ളൊരു പാട്ട് 2007 ഒരാൾ പാടുമ്പോഴത്തേക്ക് എത്ര ഗ്രേറ്റ്നെസ് ആണെന്ന് ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, ഇത്രയും വർഷം പഴക്കമുള്ളൊരു പാട്ട് അത് കേട്ട് പഠിച്ച് മനോഹരമായിട്ട് പാടും. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടില് മുഴുവൻ പാട്ടാണ്. നമുക്ക് താളത്തിന്റെയും ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കേട്ടോ. എന്നാലും എനിക്ക് റോമാഞ്ചം ഉണ്ടായി. അല്ല, ഞാനിപ്പോ അനുചേച്ചി ആക്കി പറയുന്നില്ല, അതൊരു സ്റ്റാമ്പായി. റോമാഞ്ചം. നമ്മളിപ്പോ രോമാഞ്ചം എന്ന് പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആണ് റോമാഞ്ചം എന്ന് പറയുമ്പോഴത്തേക്ക്. ശരിക്കും ഇങ്ങനെ മുടിയൊക്കെ അഴിച്ച് നിൽക്കുക. അത് നന്നായി. വെരി ഗുഡ്. ഗുഡ് സെലക്ഷൻ, ഗുഡ് സിംഗിങ്. താങ്ക് യു. അനു, ജേഡന്റെ പാട്ട് കേട്ടിട്ട് റോമാഞ്ചം ഉണ്ടായോ? ഉണ്ടായി. ജേഡോ എന്തോ വളരെ നന്നായിരുന്നു കേട്ടോ. എക്സ്പ്രഷൻസും ഡാൻസും ആ ഒരു പ്രത്യേകിച്ച് ആ പല്ലവി കഴിഞ്ഞിട്ട് ആ തബലന്റെ കൂടിയല്ലേ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അത് കൊള്ളാമായിരുന്നു. ഓരോ പ്രാവശ്യവും അത് ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതൊരു എന്തോ ഒരു സ്പെഷ്യൽ ജോയ് എന്ന് അത് കാണുമ്പോൾ അത് വളരെ നന്നായി. പിന്നെ ഓരോ പ്രാവശ്യം ആ പല്ലവി എൻഡ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് എൻഡ് ചെയ്തു. കുറേ കാര്യങ്ങളെല്ലാം
പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. പാട്ടിന്റെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. പക്ഷെ ഈ താളത്തിന്റെ പ്രശ്നം വലിയ പ്രശ്നമായിരുന്നു. അത് ചരണം അനുപല്ലവിയിൽ തന്നെ കുറച്ചിന്ന് ഇവിടെ എവിടെ ആയി. പിന്നെ ചരണം കുറച്ച് കൂടുതൽ അങ്ങനെ ഒരു ഡിസ്റ്റോർഷൻ തോന്നി. താളത്തിന്റെ ഒപ്പം പോയില്ല പാട്ട്, അങ്ങനെ തോന്നി. എന്നാലും പാട്ടിന്റെ കാര്യം അതിന്റെ എക്സ്പ്രഷൻസും അതിനെ പാടേണ്ട രീതിയിൽ കറക്റ്റായിട്ട് ആ സ്റ്റൈലൊക്കെ വെച്ചിട്ട് മനസ്സിൽ വെച്ചിട്ട് ആ ഫീലിംഗ് ഒക്കെ കറക്റ്റായിരുന്നു. അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. താളം മാത്രം. ഓക്കെ, സൂപ്പർ ജേഡോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഡൂസ്, എന്തോ ആ തവലയുടെ ദിനത്താങ്കട തെരകിട തെരകിട അതാണോ? ദിനത്താങ്കട തെരകിട തെരകിട എങ്ങനെയായിരുന്നു കോറിയോഗ്രഫി? 1 2 3 4 ദിനത്താങ്കട തെരകിട തെരകിട. ഓക്കെ, ഇത് ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തിയ എങ്ങനെയായിരിക്കും കോറിയോഗ്രഫി? ദിത്താങ്ക് തെരകിട തെരകിട, ദിത്താങ്ക് തെരകിട തെരകിട. ഓക്കെ, തെരകിട 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 തെരകിട. 1 2 3 4 തെരകിട 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 തെരകിട. എനിക്ക് തെറ്റി, നിനക്ക് കറക്റ്റ്. അത് ശരിയല്ല കേട്ടോ. ഞാൻ ചമ്മിപ്പോയി കേട്ടോ. സാധാരണ ജഡ്ജസ് എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഈ കണ്ടം വെച്ച് കോട്ടിന്റെ ഇടയിലിരിക്കുന്ന മൂട്ട പോലെ കുട്ടികളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന അവരെ ചൊറിയുന്ന മൂട്ടകൾ പോലെയാണ് എന്ന് ധരിക്കണ്ട. മൂശേട്ടയാണെന്നും ധരിക്കണ്ട. ജേഡനോടല്ലേ പറഞ്ഞ, ഞാൻ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞ, നമ്മളെല്ലാം ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്, ചങ്ക് ഫ്രണ്ട്സ് അല്ലേ? നീ അസാധ്യമായിട്ട് പാടി. അവിടെ ഇവിടെ ചെറിയ ചെറിയ ശ്രുതിയുടെ വേണമെങ്കിൽ ഒരു മൂട്ടയാവാം, ചെറുതായിട്ട് ചൊറിയാം വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഇറ്റ്സ് എ ഈസി സോങ് ടു സിങ്. വളരെ ഫീൽ ഗുഡ് സോങ് ആണ്. നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ നീ ആ പെർഫോമേഴ്സുമായിട്ട് ജെൽ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ലുക്കിംഗ് സോ നാച്ചുറൽ. ഒരു ആർട്ടിഫിഷ്യൽ എലിമെന്റ്സും ഇല്ല. പിന്നെ ഈ വേഷത്തിൽ ഇതിനെ കാണാൻ നല്ല സുന്ദരനായിട്ട്. നീ ഇത് മതി, പിച്ചക്കാരന്റെ വേഷം ഇട്ടോ എന്നാണ് MJ സാർ ഉദ്ദേശിക്കുന്നത്. അത് ഐ തിങ്ക് യു വിൽ ബിക്കം എ വെരി ഗുഡ് ആക്ടർ ടു. സിംഗർ ആക്ടർ കോമ്പിനേഷനിൽ ആ കോംബോയില് റോക്ക് ചെയ്യാൻ പോണ ഒരാളാണ് ജെയ്ഡൻ എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അപ്പോ മമതക്ക കോട്ട് നന്നായിരുന്നു. അത് കണ്ടം വെക്കണ്ട. സംഗീതത്തിന്റെ കോട്ട് എപ്പോഴും ധരിച്ചോണ്ടിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ജെയ്ഡൻ, എന്തോ ജെയ്ഡൻ സ്മിത്ത് പേര് കേട്ടിട്ടുണ്ടോ? ആരാണ്? വിൽ സ്മിത്തിന്റെ മോൻ. കരാട്ടെ കിഡിൽ അഭിനയിച്ചല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിൽ സ്മിത്തിനെയും ജെയ്ഡൻ സ്മിത്തിനെയും. ഈ ജെയ്ഡനെ എനിക്ക് ഇഷ്ടമാണ്. അടിപൊളി, സൂപ്പർ ആയിരുന്നു. എല്ലാവരും പറഞ്ഞല്ലോ, ഗംഭീരമായിരുന്നു. നല്ല എനർജി, നന്നായിട്ട് ചിരിച്ച് ഉല്ലസിച്ച് ഗംഭീരമായിട്ട് തന്നെ പാടി. പിന്നെ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ അത് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ. ടെമ്പോ ഇങ്ങനെ പിന്നെ തുടങ്ങാൻ നേരത്ത് തന്നെ ചെറിയതായിട്ടും ഇങ്ങനെ ഒന്നൊന്ന് വലിഞ്ഞൊന്ന് പോയി. അത് ശ്രദ്ധിക്കുക, വേറൊന്നുമില്ല. കളഞ്ഞു. ഉഗ്രൻ, സൂപ്പർ. അണ്ണാ കൊടുക്കണ്ണ ഗ്രേഡ്. ജേഡന് ഇന്ന് A ഗ്രേഡ്. ഞാനൊരു 8 ടോപ്പ് വരെ വെച്ചു. 8 ടോപ്പ് വരെ തള്ളി കയറ്റി. ചീട്ടാണോ ഉദ്ദേശം? ഇങ്ങനെയാണ് ഞാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാൻ ഒരേ അൾട്ടിമേറ്റ് വെച്ചു. ഞാൻ എന്തായാലും ഒരു AO വെക്കുന്നില്ല, കാരണം താളം പോയതുകൊണ്ട്. അനുവിന് ചീട്ട് വെക്കാനുണ്ടോ ചോദിക്കും. എനിക്ക് ഈ ടോപ്പും അൾട്ടിമേറ്റിന് ഇടയ്ക്കുണ്ട്. ടോപ്പിനും അങ്ങനെ ഒരു ഗ്രേഡ് ഇല്ല. അപ്പൊ മിഡിൽ ഓഫ് ടോപ്പ് ആൻഡ് അൾട്ടിമേറ്റ്. മിഡിൽ ഓഫ് ടോപ്പ് ആൻഡ് അൾട്ടിമേറ്റ്. അപ്പൊ ശരി, ജേഡന് നമുക്ക് അല്ലേ ചേട്ടാ കൊടുക്കുന്നു A അൾട്ടിമേറ്റ്. താങ്ക് യു. ഞാൻ ഈ കൊടുക്കെന്ന് പറഞ്ഞ വേറൊന്നുമല്ല, നീ നന്നായിട്ട് പാടി കേട്ടു. അതെ, പക്ഷെ ആ താളം കൂടെ കറക്റ്റായിട്ട് വന്നിരുന്നെങ്കിൽ വാവിലടിച്ചു. ഓക്കെ, അപ്പൊ രമണ അടി പൂക്കുറ്റേ. Congratulations, you are awarded A Ultimate. Thank you. Great, all the best. Thank you. Welcome.
രാഗലയത്തിൽ മനസ്സിനെ കുളിരണിയിപ്പിക്കാനെത്തുന്നു നമ്മുടെ പ്രിയ ഗായിക സ്നേഹ. വെൽക്കം സ്നേഹ ഓൺ സ്റ്റേജ്. ദൂരെ ദൂരെ വിണ്ണിലെ മണിത്താരകം താഴെ വന്നോ. ഡിവറ്റ് റൗണ്ടിൽ ഞാനിന്ന് പാടാൻ പോകുന്നത് മീശ മാധവൻ എന്ന സിനിമയിലെ കരിമിഴി കുരുവിയെ കണ്ടില്ല എന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് സുജാത മാമും ദേവാനന്ദ് സാറും കൂടിയാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറും സംഗീതം ചെയ്തിരിക്കുന്നത് വിദ്യാസാഗർ സാറുമാണ്. അപ്പോൾ ഞാൻ ഈ പാട്ട് എനിക്ക് പറ്റുന്ന പോലെ നന്നായി പാടിയിട്ട് വരാം. തഞ്ചി തഞ്ചി കൂടെ വന്നു ആലില തെന്നലായി തമ്മിൽ തമ്മിൽ കാത്തിരുന്നു പാടാത്തൊരീണവുമായി മേലെ മേലെ പാറിടണം കൂട്ടിനുരാണം വേണം. അയ്യോ ഇതായിരുന്നു സ്നേഹിക്കുന്ന ജോൺസൺ, സ്നേഹ ജോൺസൺ, മനസ്സിലായില്ലേ? പിന്നെന്താ ആരാതെന്ന് ചോദിച്ചേ? അല്ല മുടിയൊക്കെ കെട്ടിയിരിക്കുന്ന അല്ല, കണ്ടില്ലേ? സ്നേഹ പ്ലീസ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തെ ആരായതെന്ന് നിന്നെ ചോദിച്ചേ? അത് മാത്രമല്ല പെട്ടെന്ന് ഒരു മനസ്സിലായില്ല. മര്യാദയില്ല. ആരത് എന്നൊക്കെ ആ നമുക്കറിയണ്ടേ പിന്നെ ആരാ വരുന്നേന്ന്. ആരാ ഇയാളല്ലേ വിളിച്ചത്? ഇത് പക്ഷെ ഞാൻ പഴയ സ്നേഹനെ വിളിച്ചത്. വെൽക്കം സ്നേഹ ഓൺ സ്റ്റേജ് എന്ന് വിളിച്ചിട്ട് അവിടെ വന്നിട്ട് ആരായത്? ഇല്ല ഞാൻ പഴയ സ്നേഹനെ വിളിച്ചത്. ഇപ്പൊ പുതിയ സ്നേഹ 2 വർഷം മുടിയൊക്കെ കെട്ടി വന്നു. ആരായത് എന്ന് ചോദിക്കാം. പക്ഷെ ആരായത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഞാൻ അല്ല ഒരു സെക്കൻഡ് ഒന്ന് ബഹുമാനിച്ച് ബഹുമാനിച്ചിട്ട് ആരാ മോളെ ഇത്? ആരാ മോളെ ഇത്? ആരായത്? ആരായത്? ഇതെന്തത്? പക്ഷെ പോരട്ടെ ഇനി എന്താ ഒന്നുകൂടെ ഇനി ബഹുമാനിക്കാം. സ്നേഹം ബഹുമാനം ഇതല്ലേ കുറച്ചുകൂടി ആരാതല്ലേ? നല്ലോണം തൊഴുത് ആരാത്? അങ്ങനല്ലേ മോളെ? മോളല്ലേ? ഇല്ല. അയ്യ ആരായത്? ആരാ വന്നിരിക്കുന്നേ? അയ്യേ. ചോദിക്ക്. റെഡി? എന്നാ ഒന്നുകൂടെ പറഞ്ഞേ. ഒന്നുകൂടെ. ഹായ്, ആരായത്? ആരാ ഇവിടെ വന്നിരിക്കുന്നേ? ഹായ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ആക്ഷൻ പറയണം, നല്ല പറയാൻ പറ്റും. ഓ റെഡി സാർ. ടേക്ക് റെഡി. ഓക്കെ റെഡി ടേക്ക് ആക്ഷൻ. ഹായ്, ഇത് ആരാത്? പരമ ബോറായിട്ട് വേണ്ട, മതി മതി. ഞാൻ പറഞ്ഞല്ലേ അപ്പഴേ. ആരാ ഇത്? ആരായാലും സ്നേഹ ഇന്ന് വളരെ ഭംഗിയാ. ഞാൻ പറഞ്ഞ പോലൊന്നും അല്ല പറഞ്ഞത്. സോറി സാർ. അടുത്ത ടേക്ക് നോക്കിയാ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ്? ഞാനിന്ന് ഡിവറ്റ് റൗണ്ടിൽ കരിമിഴി കുരുവിയെ കണ്ടില്ല. നല്ല പാട്ടാണ്. ബൈ വിദ്യാസാഗർ. മീശമാധവൻ അല്ലേ? വിധുമാമനെ വിളിച്ചോളൂ. വിധുമാമൻ ഈ മീശമാധവൻ വരും അല്ലേ? മീശമാധവൻ മീശ ചുരുട്ടിട്ട് വരണോ അതോ ചുരുട്ടിട്ട് എങ്ങനെയായാലും കുഴപ്പം. എങ്ങനെയായാലും ഇങ്ങോട്ട് വന്നാൽ മതിയോ? അങ്ങനെയല്ല. ശരി, ഇപ്പൊ ചുരുട്ടുന്നില്ല. പാട്ട് പാടിയതിന് ശേഷം ചുരുട്ടുന്നതായിരിക്കും. അതെ, ഇൻവൈറ്റ് ചെയ്യണം. വിധു സാർ അങ്ങനെയല്ല, ഇത് സാറോ? അങ്ങനല്ല. മീശമാമ ഏത് ക്ലാസ്സിൽ പഠിച്ചു? മീശമാമ സാറിന് പറഞ്ഞു മീശമാധവൻ മാമ. അല്ല, എനിക്ക് മനസ്സിലാവത്തെ സാറോ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചു? ഇത് അണ്ണയാ. വിധു മാമാന്ന് വിളിക്കൂ. വിധു അങ്കിൾ വരൂ എന്ന് പറയും. വിധു അങ്കിൾ വരൂ. വരൂ ഓ ഞാൻ ഇത് അണ്ണാന്ന് വിളിച്ചാൽ തന്നെ അവര് വരും. വിധു അണ്ണ എന്ന് വെച്ചാൽ വിധു അണ്ണ വരൂ. അയ്യോ വരുന്ന മക്കളെ ഇതുകൊണ്ടാ ഓൾ ദി ബെസ്റ്റ്. കൊച്ചിനെ ഒന്ന് നോക്കണേ. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല.
പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ആനച്ചന്തം പൊന്നാമ്പൽ ചമയം നിന്നാണ ചിമിഴിൽ കണ്ടില്ല. കാണാക്കടവിൽ പൊന്നൂഞ്ഞാൽ പടിയിൽ നിന്നോടച്ചിന്തും കേട്ടില്ല. ഓ കളപ്പുരക്കോലയിൽ നീ കാത്തു നിന്നില്ല. മരക്കുടക്കോണിൽ മെല്ലെ മേയൊളിച്ചില്ല. പാട്ടൊന്നും പാടില്ല. പാൽത്തുള്ളി പെയ്തില്ല. പാട്ടൊന്നും പാടില്ല. പാൽത്തുള്ളി പെയ്തില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. 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 നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല. നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. തീരന്മാറും പിന്മാറി മിന്നും ഈ മാറാമറുകിൽ തൊട്ടില്ല. നീലക്കണ്ണിൽ നീ നിത്യം വയ്ക്കും ഈ എണ്ണ തിരിയായി മിന്നീല. മൂടിച്ചൊരു ചൂടിനുള്ളിൽ നീ ഒളിച്ചില്ല. മഴത്തഴപ്പായ നീർത്തി നീ വിളിച്ചില്ല. മാമുണ്ണാൻ വന്നില്ല. മാറോടു ചേർത്തില്ല. മാമുണ്ണാൻ വന്നില്ല. മാറോടു ചേർത്തില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല. നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കാവിൽ വന്നില്ല. പൂരം കണ്ടില്ല. മായക്കൈകൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവിയെ കണ്ടില്ല. നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല. നീ 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 മിന്നുന്നുണ്ടേ മുല്ല പോലെ കുരുന്നു കണ്ണിലെ കുറുമ്പു. സ്നേഹക്കുട്ടി നന്നായിരുന്നു മോളെ. നല്ല രസമായിരുന്നു കാണാനും കേൾക്കാനും. കാരണം വിധു നല്ല രസമായിട്ട് പാടി. അതുപോലെ തന്നെ മോളും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നിങ്ങൾ ചെറിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ദാറ്റ് വാസ് വെരി ഗുഡ്. കാരണം ഒരു എന്താണ് ഒരു ഫെയർലി ഗുഡ്. കാരണം നമ്മൾ ഓവറല്ല, കറക്റ്റായിട്ടുള്ള ഒരു അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മൂവ്മെന്റ്സ് അത്രയ്ക്ക് അത് വളരെ നന്നായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് മോക്ക് ചില സ്ഥലങ്ങളിൽ ഈ ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടോ എന്നെനിക്കൊരു സംശയം തോന്നി. സംശയമല്ല, സംശയം സത്യമാണ്. കാരണം മോള് പക്ഷെ പല സ്ഥലങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ സ്ഥലങ്ങൾ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാടിയ സൂപ്പറായിരുന്നു. നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വേറെ ചില സ്ഥലങ്ങളിൽ മോള് പാടുമ്പോഴത്തേക്ക് ശ്രുതി കുറച്ച് പിച്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മോളെ ഈ കുറച്ച് വലിക്കുന്നുണ്ടോ തോന്നിയോ ഇതിന്?
ശക്കല പൊടിക്ക് പൊടിക്കിങ്ങനെ ഒരു ഒരു പിടുത്തം ഒന്ന് ലൂസാക്കി വേണമായിരുന്നു. അപ്പൊ ഇനി പാടിച്ചിട്ട് കാര്യമില്ല, പാടിച്ചു കഴിഞ്ഞാൽ ക്ലിക്കിട്ട് പാടിച്ചു കഴിഞ്ഞാൽ മോൾ അത് തന്നെ പാടും, കറക്റ്റായിട്ട് പാടും. പക്ഷെ കേൾക്കായിരുന്നു അവിടെ ക്ലിക്ക് എല്ലാം കേൾക്കായിരുന്നു. അപ്പൊ മോടെ കുഴപ്പമാണ്. എനിക്കൊന്ന് കുറച്ച് കൂടുതൽ സുഖിപ്പിച്ചതാണെന്ന് തോന്നുന്നു. ആ, സുഖിപ്പിച്ചു. വന്നപ്പോ കുറച്ചൊന്ന് വലിഞ്ഞു. അതെ. പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പാട്ടിന്റെ ഒരു ഭാവവും ലയവും അതാണ്. അപ്പം നാച്ചുറലി മോക്കതൊന്ന് വന്നു പോകും. പക്ഷേ ആ ടെമ്പോയിലും കൂടെ നിർത്തിയിരുന്നെങ്കിൽ സൂപ്പറായിരുന്നു. ഈ ശ്രുതി ഒന്ന് നന്നാക്കി വന്നിരുന്നെങ്കിൽ സംഭവം കിടുവായിരുന്നു. ഇപ്പോഴും ആ പഴയ രാജഹംസം എൻ്റെ ചെവി കിടക്കുക. എന്ത് ചെയ്യാന്, അത് മായുന്നതേയില്ല. അസാധ്യമായിട്ട് പാടിയിട്ടോ രാജഹംസം എന്നുള്ളത്. അയ്യോ സൂപ്പർ. ഞാൻ വിചാരിച്ച് ലാസ്റ്റിലൊക്കെ എനിക്ക് ഇവിടെ ഒരു ശ്വാസം മുട്ടലായിരുന്നു. കാരണം എന്തായാലും മറ്റേ ഏറ്റവും മേളിലോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ പോകുമെന്നൊക്കെ സൂപ്പറായിരുന്നു. അതിപ്പോഴും ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. അത് വെച്ചിട്ടേ ഞാൻ സ്നേഹ അളക്കത്തുള്ളൂ. അതുപോലെ പാടണം. ഇപ്പോഴും ഒട്ടും മോശമല്ല, നന്നായിട്ട് പാടി കേട്ടോ. നമ്മൾ നന്നായിട്ട് പാടി. ഈ താളത്തിൻ്റെ ഈ ശ്രുതിയുടെ ഒരു സംഭവം മാത്രമേ എനിക്ക് തോന്നുന്നില്ല, അല്ലാതെ കൂടുതലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ ഇത് പാടിയതാരാണ് ശരിക്കും? ഇത് ശരിക്കും നമ്മുടെ പ്രതാപേട്ടനാണ്. അതായത് ഇപ്പൊ ദേവാനന്ദ് എന്നറിയപ്പെടുന്ന വൈക്കത്തുള്ള. അതെ, സുജു ചേച്ചി. വൈക്കത്ത് ഞാൻ മിക്കവാറും പോകുമ്പോൾ പുള്ളിയെ കാണാറുണ്ട്. ഇത് ഈ പാട്ടിന് എപ്പോഴും ഒരു ഇതിനകത്ത് ഞാൻ വാളെടുത്താൽ ഞാൻ ചേച്ചിയും കൂടെ പാടിയിരിക്കുന്ന പാട്ട് എപ്പോഴും ഒരു തെറ്റിദ്ധാരണ വന്നതാണ്. ഈ പാട്ടും വിധു പ്രതാപാണ് പാടിയത്. എന്നിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു പുള്ളി പേര് മാറ്റിയത് വരെ ദേവാനന്ദാക്കിയത്. ശരിക്കും ആദ്യത്തെ പേര് പ്രതാപചന്ദ്രനാണ്. അറിയാം. എനിക്ക് അദ്ദേഹം ഒരു വളരെ സഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ വൈക്കത്തൊക്കെ തൊഴാനൊക്കെ പോകുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെ വരും. മിക്കവാറും എനിക്ക് ടെക്സ്റ്റ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു പാട്ട് പാടിയതിന് അഭിനന്ദനങ്ങൾ. കാരണം വിദ്യാജിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ്സ് ആണ്. വിദ്യാജിയുടെ നല്ല കുറച്ച് പാട്ട്. വേറൊരു രസം കേൾക്കണം, നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യം. അതായത് എനിക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് 3 ഗാനമേളയുണ്ട് കേരളത്തിൽ, കണ്ടിന്യൂസ്. അതും ഉത്സവ പരിപാടി. ഇതെല്ലാം കഴിഞ്ഞ് ഈ 3 പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങ് മാറി. കാരണം ഒരു സുഖമില്ല. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് വിദ്യാജി മുരുകൻ വിളിച്ചിട്ട് പറഞ്ഞു, അർജന്റായിട്ട് ഇവിടെ വരണം, അർജന്റായിട്ട് ഇവിടെ വരണം. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയാണ്, പ്രശ്നമാണ്. അതൊന്നും പറയില്ലേ, വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമാണ്, ഞാൻ വന്നു കഴിഞ്ഞാലും കാര്യമില്ല, അടുത്ത ആഴ്ച വല്ല ഇല്ലില്ല, അത് അർജന്റാ ഷൂട്ട് പണ്ണണം സാർ, അത് വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് പാട്ട് പാടി. ഏത് പാട്ട്? വാളെടുത്താലങ്കക്കലി വീരർ. അതിനകത്ത് പാടിയത് അതിനകത്തൊരു സ്ഥലം, അതായത് ജോലി, ആ സ്ഥലം എനിക്ക് അന്ന് അങ്ങോട്ട് എത്തുന്നില്ല. അതിന്റെ ശ്രുതി എത്രയാണ്? കൂടുതലാണ് പാട്ട്. അത് ആ സ്ഥലം ഒന്ന് പഠിക്കുക. വാളെടുത്താൽ അതല്ലേ പിച്ച്. വാളെടുത്താൽ അങ്കക്കലി, വേലെടുത്താൽ ചിങ്കപ്പുലി, കാൽപ്പണത്തിന് കാവലല്ലോ ജോലി. അത് തന്നെ. ആ ജോലി എനിക്ക് വലിയൊരു ജോലി, തലവേദന പണി കിട്ടി. പക്ഷെ അവർക്ക് ഷൂട്ടിങ്ങിന് ഇന്ന് വൈകുന്നേരം ഇത് കൊടുത്തയക്കുകയും വേണം. വൈകുന്നേരം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കൊടുത്തയക്കണം. അപ്പൊ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ച കഴിയാതെ എനിക്കിത് ശരിയാവില്ല. അങ്ങനെ ആ ലോട്ടറി വിധു പ്രതാപിന് കിട്ടി. താങ്ക് യു ചേട്ടാ. അതുകൊണ്ടായിരുന്നു എന്റെ ജീവിതം തുടക്കം. സത്യം പറഞ്ഞാൽ അതെ, പിന്നെ അതായത് എന്റെ ഒരു ഏറ്റവും മേജർ ഒരു ബ്രേക്ക്. വിദ്യാജിയെ കാണുമ്പോൾ ചോദിക്കും. തീർച്ചയായും. ആ സ്റ്റാർട്ടിങ്ങിന്റെ 2 പേര് ഇവിടെ ഉണ്ട്. 2 പേർക്കും ഒരു എളിയ നമസ്കാരം. ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോ ഈ ജോലി എനിക്കൊരു ജോലിയായല്ലോ. വിദ്യാജിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കണം. രസകരമായിട്ടുള്ള സംഭവമാണ്. അതായത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഞാൻ സ്കൂട്ട് ചെയ്യുന്നു, ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. കാരണം അത് എത്ര പാടിയിട്ടും അങ്ങോട്ട് വരുന്നുണ്ട്, പക്ഷേ സ്ക്രാച്ച് വരുന്നു വോയിസിൽ. ആ സ്ട്രെയിനിന്റെ സ്ക്രാച്ച് വരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വിദ്യാജി എനിക്ക് ഇത് 3-4 ദിവസമായാലും പറ്റില്ലെന്ന്. നടന്നാണ് വിദ്യാജിയുടെ ചോദിക്കണം. കാരണം അപ്പൊ പുള്ളി പറയും കാര്യം. വീണ്ടും കുറെ കാര്യങ്ങളുണ്ട്, അത് പറയും. അപ്പൊ എന്തായാലും നന്നായിരുന്നു മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനിൽ, സ്പീഡിലല്ല, ഒരു സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ട്രെയിനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിലൊരു, അതിൻ്റെ മൂവ്മെൻ്റ് ഒരു രസമുള്ളതല്ലേ? ഇങ്ങനെ പതിയേ ഇങ്ങനെ മൂവ് ചെയ്ത് അത് താഴ്വാരങ്ങളിലൂടെയും പിന്നെ ആ വാലീസിലൂടെ ഇങ്ങനെ പോകുന്നു, പതുക്കെ പോകുന്നു. ആ നീൽഗ്രീസിലൊക്കെ ഉള്ള ട്രെയിനൊക്കെ ഇല്ലേ ഇത്, ഇങ്ങനെ പതുക്കെ. അതുപോലെ അങ്ങനെ ഒരു ട്രാക്കാണ് ഈ പാട്ടെന്ന് പറയുന്നത്.
അതായത് ഞാനൊരു അനോളജി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ മൂവ്മെന്റ് നമ്മൾ ഫീൽ ചെയ്യാൻ പറ്റണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കേട്ടോ സ്നേഹക്കുട്ടി? വിധു തറലി പ്രൊഫഷണലാണ്. പക്ഷെ വിധു ചേട്ടൻ പാടിയതിന്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വിധു ചേട്ടൻ പാടിയതിൽ ആ ട്രാക്കിൽ വിധു ചേട്ടൻ വിധു അണ്ണൻ മാമൻ വിധു അയ്യോ മക്കളെ ഒന്നും കേട്ട് വിശ്വസിക്കുന്നത് വിധു ചേട്ടനല്ലേ വിധു അണ്ണ. വിധുവണ്ണന് ഇപ്പൊ 22ാമത്തെ വയസ്സിന്റെ ബർത്ത്ഡേ ഇപ്പൊ കഴിഞ്ഞേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച. അത് തന്നെ. അപ്പൊ വല്യമ്മാൻ പാടിയതില് ചേട്ടാ ഇതിലും നല്ലത് വിധുമാവനായിരുന്നു. പാടിയതില് ആ ട്രാക്കിലൂടെയുള്ള സഞ്ചാരമുണ്ട്. എന്നാൽ ട്രാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പോഴും നമുക്ക് പാടാനുള്ള ട്രാക്ക്, ആ ട്രാക്ക് ഇടുന്ന റെയിൽവേ ട്രാക്ക് പോലെ അത് ഋതമാണ് അല്ലേ? ആ ഋതം പ്ലേ ചെയ്യാമോ ലോലപ്പൻജി? ഇത് കേൾക്കുമ്പോ ആർക്കും ഇങ്ങനെ ഒന്ന് ആടിപ്പോകുന്നത്. ഇതൊന്ന് പാടിയത് കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ആ ഇതില് വിധു പാടുമ്പോ എന്താണ് അതിന്റെ ചേഞ്ച്? ഓരോ വാക്കിന്റെയും ആദ്യത്തെ അക്ഷരത്തിനെ സ്ട്രെസ് ചെയ്യുന്നുണ്ട് വിധു പാടുമ്പോ. കരിമിഴിക്കുരുവിയെ കണ്ടില്ല എന്ന് വരുമ്പോഴേ ആ ബീറ്റിനെ നമ്മൾ എംഫസൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ഫീൽ കൊണ്ടുവരാൻ പറ്റൂ. താര താര തീര താര. ഇതൊക്കെ മെലഡി ആണെങ്കിലും മെലഡിക്ക് വേണ്ടി ഈ ട്രാക്കിൽ നിന്ന് ട്രെയിനിനെ പിടിച്ച് വലിച്ച് മാറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പൊ ആ ഭാഗം ഈ ഋതത്തിൽ തന്നെ ഈ ഒരു ആട്ടത്തിൽ പോട്ടെ. 1 2 3 4. കരിമിഴിക്കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. കാവിൽ വന്നില്ലാരാ പൂരം കണ്ടില്ല, മായക്കൈ കൊട്ടും മേളവും കേട്ടില്ല. കരിമിഴിക്കുരുവിയെ ഒരു മേളവും കേട്ടില്ല എന്ന് പറയുന്നത് എന്തോ സങ്കടമുള്ള പോലെ തോന്നുന്നു. മേളവും കേട്ടില്ല കരിമിഴിക്കുരുവിയെ അതിൽ കുറുമ്പാണ് വേണ്ടത്. അതെ, മേളവും കേട്ടില്ല. സാഡായി. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ഒരൊറ്റ ഭാവ വ്യത്യാസത്തില് ആ പാട്ടിന്റെ വൈബ്രേഷൻ മാറിപ്പോവും. കേട്ടില്ല എന്ന് പാടുമ്പോ കേട്ടില്ല അതാണ്. അപ്പൊ സ്നേഹക്കുട്ടി അത് വളരെ മെലോഡിയസ് ആക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്കെന്തോ ഒരു സങ്കടം വരും. എന്ന് പറഞ്ഞാൽ ഈ പാടുന്ന നായകൻ എന്തോ പുള്ളി പട്ടാളത്തിലൊക്കെ ജോയിൻ ചെയ്ത് ഇനി ഡെറാഡൂണിലോ മറ്റോ ഒരു 15 വർഷത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇനി ഞാൻ പിരിഞ്ഞിരിക്കേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് അത് വിഷമിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. കരിമിഴി കുരുവിയെ കണ്ടില്ല പുള്ളി പാടുന്ന പോലെയാണ്. അങ്ങനെ ഫീലിപ്പിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഫുൾ സോങ്ങിൽ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റിട്ടാർഡേഷൻ എന്ന് അറിയാലോ, ഒരു ടെമ്പോ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന. അപ്പോൾ ആ ട്രാക്കിൽ സഞ്ചരിച്ചേ പറ്റൂ കേട്ടോ. ഇപ്പൊ സ്നേഹക്കുട്ടി സാധാരണ ചിത്രചേച്ചിയുടെ പാട്ടുകളാണ്, ചിത്രചേച്ചിയുടെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പൊ ഇത് സുചേച്ചി പാടിയോണ്ടാണോ ഒരു പക്ഷെ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആര് പാടിയ പാട്ടാണെങ്കിലും സ്നേഹക്കുട്ടി തന്നെ ആയിരിക്കണം. ഓക്കെ, ആ ലെവലിലേക്ക് വന്നേ പറ്റൂ. അല്ലെങ്കിൽ പറ്റും എന്ന് പറ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഷൂട്ട് പണിടി വരും. സ്നേഹക്കുട്ടി, എനിക്ക് ഇതുവരെ ഞാൻ സ്നേഹയെ കേട്ട പാട്ടില് എനിക്ക് ഇതാണ് കുറച്ച് വീക്കസ്റ്റ് പെർഫോമൻസിന് എനിക്ക് തോന്നി. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഈ സുജു ചേച്ചിയല്ലേ, സുജു ചേച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവളുടെ എക്സ്പ്രഷൻസ് അത് ഒരു തനിച്ച ഒരു എക്സ്പ്രഷൻസാണ്. അത് ചിലപ്പോൾ നമുക്കത് കേട്ട് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടിക്കും. സ്നേഹ എപ്പോഴും ഈ ഒരു ഹസ്കി ടോൺ കൂടുതൽ പാടുന്നേ ഇല്ല, കുറച്ച് ഫുൾ ടോൺ അല്ലേ, വാണിയമ്മ പോലെ. എനിക്കങ്ങനെ ഒരു സ്നേഹൻ്റെ വോയിസ് അങ്ങനെ ഒരു ഫുൾ ടോൺ വോയിസാണ്. കൂടുതൽ ഹസ്കി ചെയ്യുമ്പോൾ അങ്ങനെ എക്സ്പ്രഷൻസ് തരാൻ വേണ്ടി
പല സ്ഥലങ്ങൾ ഹസ്കി ആക്കി സ്നേഹ. പക്ഷെ നമുക്ക് വേണ്ടത് ഹസ്കി അല്ല, എക്സ്പ്രഷൻസ് മാത്രം. ഓക്കെ, ആ കൂടുതൽ ഹസ്കി ചെയ്യുമ്പോൾ കാറ്റ് കുറച്ച് വേണമല്ലേ, അപ്പോൾ കാറ്റ് വലിച്ച് ഇഴുക്കുമ്പോൾ ഓരോ സ്ഥലവും നമുക്ക് ടെമ്പോയിൽ സിറ്റ് ആവുന്നില്ല. മോൾ എപ്പോഴും ഒരു ട്യൂൺ എപ്പോഴും എങ്ങനെ പാടും, അങ്ങനെ മോൾക്ക് വേണ്ട രീതിയിൽ എക്സ്പ്രഷൻസ് ഒന്ന് ചെയ്ത് പാടാവും, കുറച്ച് ഫുൾ വോയിസ് ആയിട്ട്. എങ്കിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത് വേണ്ട, അങ്ങനെ വേണ്ട. ഓക്കെ, അത് നാച്ചുറലായിട്ട് സുജു ചേച്ചി അങ്ങനെ തന്നെ പാടും. പക്ഷെ നാച്ചുറലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് പാടി കേൾപ്പിക്കാമോ? ഇപ്പോൾ ഋതമൊന്ന്. കാവിൽ വന്നിലാരാ പൂരം കണ്ടില്ല, മായ കൈകൊട്ടും മേളവും കേട്ടില്ല. ഇപ്പൊ ബെറ്ററാ, മച്ച് ബെറ്റർ, യുവർ മച്ച് ഓൺ ടെമ്പോ. ഈ ലാസ്റ്റ് ലൈൻ പാടിക്കോ, അത് ഒരുമിച്ച് പാടുന്ന ലൈൻ അല്ലേ, അതൊന്ന് പാടിക്കോ. ഇത് നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഇറ്റ്സ് മച്ച് ബെറ്റർ അക്കോർഡിംഗ് ടു മീ. പക്ഷെ എനിക്ക് ആ സ്ഥലമല്ലേ, മുടിച്ചുരുൾ ചൂടിനുള്ളിൽ, അത് മൈ ഗോഡ്. നീലക്കണ്ണിൽ നീ നിത്യം വയ്ക്കും ഈ എണ്ണ തിരിയായി മിന്നീല, മഴത്തഴപ്പായ നീർത്തി നീ വിളിച്ചില്ല, മാറോടു ചേർത്തില്ല, ചില സ്ഥലങ്ങളിൽ അങ്ങനെ നമ്മൾ ഹസ്കി ആയിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ മുഴുവൻ പാട്ട് ഹസ്കി ആക്കിയതുകൊണ്ടാണ് ഈ പ്രശ്നം. സോ നമുക്ക് അതൊന്ന് നോക്കണം. നമ്മൾ ആരെങ്കിലും കേൾക്കുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻസ് നമ്മൾ മനസ്സിലാക്കാം. പക്ഷെ നമുക്ക് എങ്ങനെ അത് ഈസി ആയിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പാടണം. അത് മുഴുവൻ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ പിന്നെ കുറച്ച് ഇങ്ങനെ എല്ലാം ബുദ്ധിമുട്ട്. ഓക്കെ, ലൈക്ക് ഹി സേസ്, ട്രൈ ടു ബി യുവർ സെൽഫ് ഓൾസോ. എഴുതട്ടെ? ഏതായിരിക്കും? എഴുതി വല്ല പ്രതീക്ഷ ഉണ്ടോ ഏതായിരിക്കും? പ്രതീക്ഷ ഏതാ? ഒരു ടോപ്പ്. സ്നേഹ ഈസ് ഗ്രേറ്റ്. സ്നേഹ ഈസ് awarded a top today. നെക്സ്റ്റ് ടൈം വെൻ ഷീ കംസ് കറക്റ്റായിട്ട് ഇടിവെട്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കി മറ്റേത് രാജവംശമായിട്ട് മാറും. സോ ലോലപ്പണ്ണ അടിപ്പൂക്കുറ്റി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡ് എ ടോപ്പ്. താങ്ക് യു വിധു ചേട്ടാ, താങ്ക് യു സ്നേഹ. ഓരോ നോക്കിൽ എന്നെ ഞാൻ മറന്നു നിന്നുവോ, ഓരോ വാക്കിൽ വെണ്ണിലാവ് പെയ്തിടുന്നുവോ. ടോപ്പ് സിംഗറിൽ 1-ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2-ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ആലാപന സൗന്ദര്യത്തിന്റെ അഴകുമായി നമ്മുടെ പ്രിയപ്പെട്ട അനന്യക്കുട്ടി എത്തുന്നു. വെൽക്കം അനന്യ ഓൺ സ്റ്റേജ്. ഞാൻ ഇന്ന് ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോമല എന്ന പാട്ടാണ്. ഈ പാട്ട് പാടിയതും ഈ മ്യൂസിക് ചെയ്തതും ഉണ്ണിമേനോൻ സാറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടിന് ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാം. അനന്യക്കുട്ടിയേ, അതെന്താ അങ്ങള് പുറകില് കണ്ടോ? ആ ഇതെന്താ അനന്യക്കുട്ടി? യെസ്
നിങ്ങൾ എന്നും പറയുന്ന സാധനം ഞാനും ചേട്ടനും യമ്മി ടേസ്റ്റി ബോണ്ട ഉണ്ടാക്കി. ഇനി ഞാൻ കഴിച്ചു നോക്കി, യമ്മി ആയിരുന്നു. ഇനി നിങ്ങളും കൂടി കഴിച്ചു നോക്കിയാ അസ്സലാം. അനന്യക്കുട്ടിക്ക് അനന്യക്കുട്ടിക്ക് ബോണ്ടാക്കി. ഇതാരാ കൊണ്ട് തരുന്നത്? അതാണ് നമ്മുടെ എല്ലാം ടോപ്പ് സിംഗറിന്റെ എന്താണ് മുത്തായിട്ടുള്ള അനന്യക്കുട്ടി, ചക്കരക്കുട്ടിയാണ് ഇത് കൊണ്ട് തരുന്നത്. ഐ എം സോ ഹാപ്പി. യു ആർ ഗ്രേറ്റ്. എനിക്കിപ്പോ ഒരു ഉമ്മ തന്നെ പറ്റുമോ? മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. മഴവിൽ കൊടിയിൽ മണിമേഘം പോലെ നീ അഴകേ മനസ്സിൽ പൊന്നു ഞാനാടാൻ വാ. എൻ മാറിൽ നീ ഏതോ സംഗീതം. മുത്തം പെയ്യാൻ വാ, കഥ ചൊല്ലാൻ വാ, മധുമന്ദാരം ഇനി നീയല്ലയോ. ആദ്യം ജഡ്ജസിന് കൊടുക്കാം. പറഞ്ഞു കൊടുക്കാം. ഇത് ഏത് ബോണ്ടയാണ്? പൊട്ടാറ്റോ ആണോ? യമ്മി ബോണ്ട. എന്താ യമ്മി എന്ന് വെച്ചാ ഏത് ബോണ്ടാണ്? പൊട്ടാറ്റോ. സൂപ്പർ. 2 വേണം, അറ്റ്ലീസ്റ്റ് 1 വേണം. പൊട്ടു തൊട്ടു പൊന്നുമണി, മുത്തിനൊത്ത മഞ്ഞുമണി, കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുഴിഞ്ഞു നോക്കാതടി. പൊട്ടു തൊട്ടു പൊന്നുമണി, എനിക്കും വേണം. മുത്തിനൊത്ത മഞ്ഞുമണി. അനന്യക്കുട്ടി ശരിക്കും യമ്മി ബോണ്ട. ശരിക്കും യമ്മി ടേസ്റ്റി, ഭയങ്കര ടേസ്റ്റി. സൂപ്പർ. ശരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി. താങ്ക് യു. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നു? അവൾ ഉണ്ടാക്കിയതാ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കിയ അടിപൊളി കേട്ടോ. ഷെഫായിട്ട് ഉണ്ടാക്കിയ. ആണോ? യെസ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ കുഴപ്പമൊന്നും വരൂലല്ലേ? ഞാൻ കഴിച്ചപ്പോൾ യമ്മി ആയിരുന്നു. നാളെ കാലത്ത് പറഞ്ഞാൽ മതി ഇത്. നാളെ അറിയാം ഷൂട്ട് വരുവോ വരൂലേ എന്നുള്ളത്. ടോപ്പ് ബാൻഡിന് കൊടുക്കുന്നില്ലേ അനന്യക്കുട്ടി? ആദ്യം ബോണ്ടൊക്കെ ഉണ്ടാക്കിട്ട് അയ്യോ എന്നൊക്കെ. യെസ്. ഹലോ, നീ വന്നേ. വിശക്കുന്നു. എനിക്ക് വിഷമം. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാരി. ചെല്ലക്കാറ്റ് ചൊല്ലു ചൊല്ലു, ചക്കര വാക്കിലെന്തുണ്ട്. മായക്കാറ്റ് നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്. ഇനിയും വേണോ? നീ വേണം, പക്ഷെ പാട്ട് കഴിഞ്ഞു മതി. അതെ, അപ്പൊ പാടാൻ പോയില്ലേ? ഏത് പാട്ടാ മോളെ? ഒരു ചെമ്പനിയർ പൂവിരുത്തു. ആ, നല്ല പാട്ടാ അത് കേട്ടോ. താങ്ക് യു. യെസ്. ആ പാട്. യെസ്. ഞങ്ങളിങ്ങനെ സന്തുഷ്ടരായിരിക്കണം. നമ്മളെല്ലാം ബോണ്ടന്മാരായിരിക്കും. ജെയിംസ് ബോണ്ട ആയിരിക്കണം. ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. ചെമ്പനീർ പൂവിരുത്തു ഞാനോ മല
ഇതിനേക്കാൾ നമുക്ക് മധുരം എന്ത് വേണം ചേട്ടാ? ബോണ്ട അല്ല ഇത്, ഇതൊരു 1000 ബോണ്ട. യു സങ് ലൈക്ക് 1000 ബോണ്ടാസ്. പക്ഷെ ഞാൻ വിചാരിച്ച ഈ അനന്യക്കുട്ടിക്ക് വെയിറ്റ് കാണുമല്ലോ, പക്ഷെ വെയിറ്റ് ഉണ്ട് കേട്ടോ. പതുക്കെ വെക്കാം. നാക്കിനല്ലേ അത് അതിൽ കൂടുതലുണ്ട്. എത്ര? 100? What is it? 151. കിലോയോ? My weight, I think so. My weight, I think 150 so. ഉണ്ടോ? ചേട്ടാ, അതെങ്ങനെ? അത് എന്റെ വെയിറ്റ് ആണ്. അതെങ്ങനെ മനസ്സിലായി 151 ആണ്? യു വിൽ ഹാവ് ഓൺലി 20 ഉണ്ടോ? കിലോസ് മാക്സിമം. അപ്പൊ 20 കുഞ്ഞി പോലെ ചേട്ടാ, baby 25 മാക്സിമം. 152 ഗ്രാം ആയിരിക്കും ചേട്ടാ. ഗ്രാം ആയിരിക്കും. ബേബി ആണല്ലേ, അതെ, കുഞ്ഞു പാവല്ലേ. ഈ പാട്ട് ഇങ്ങനെ ലൈവായിട്ട് പാടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി അല്ലാത്ത കാര്യമാണ്. അതെ അതെ, വെരി ടഫ്. കാരണം എല്ലാം ലെങ്തി ഫ്രേസസ് ആണ്. അപ്പൊ അത് മോളിങ്ങനെ ശ്രദ്ധിച്ച് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് പാടി. സത്യം. എനിക്ക് ആ അനുപല്ലവിയിലെ ഫസ്റ്റ് 2 ലൈൻസ് ഒന്ന് പാടാം മോളെ. 1 2 3 4. അകമേ നിറഞ്ഞ സ്നേഹമാം മാധുര്യം ഒരു വാക്കിനാ തൊട്ടു ഞാൻ നൽകിയില്ല. നെക്സ്റ്റ് ലൈൻ. നീലരാവിലെ കാന്തത്തയിൽ നിൻമിഴിയിലെ നനാപ്പി മായ്ച്ചതില്ല. എങ്കിലും നീ അറിഞ്ഞു എന്നിനമെന്നും നിന്നിനവറിയുന്നതാ നിന്നെ. കയ്യടി കൊടുത്തേ കുഞ്ഞിന്. താങ്ക് യു സർ, താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോള് പാടിയത്. കാരണം ഇപ്പൊ കുട്ടൻ പറഞ്ഞ പോലെ നമുക്കൊരു ഈസി ആയിട്ട് എടുത്ത് പാടാൻ പറ്റുന്ന ഒരു പാട്ടില്ല. ഒന്നാമത് ഇൻസ്ട്രുമെന്റ് സപ്പോർട്ട് ഈസ് വെരി ലെസ്. കാരണം സപ്പോർട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ഒളിക്കാം, കുറച്ച് ഒളിഞ്ഞിരിക്കാനത്. ഇത് വളരെ ഓപ്പണാണ്. ഒള്ളി വോയിസിനാണ് പ്രോമിനൻസ് വരുന്നത്. അപ്പം മോള് വളരെ ശ്രദ്ധിച്ച് പാടില്ലേ പറ്റത്തില്ല, പക്ഷെ യു ഡിഡ് ഇറ്റ്.
ഐ എം സോ ഹാപ്പി. ബോണ്ടാന്നുണ്ടെന്നല്ല പറയുന്നത് കേട്ടോ. ചില കഴുകന്മാരുണ്ട്, ചില എന്താണ് ഈ പിന്നെ യൂട്യൂബിലും മറ്റേ എന്തോന്നിനെ കുട്ടാ ഇതിലൊക്കെ എന്തോ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ ഫേസ്ബുക്കിൽ ചില കഴുകന്മാരുണ്ട്. ഓ, ബോണ്ട കൊടുത്തോണ്ടാണ് നമ്മൾ ഇനി ഗ്രേഡ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യണ്ട, പാടിയതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ എഴുതിയെന്ന് പറഞ്ഞൊരു ലുക്കുമില്ല, അതും നമുക്കൊരു പ്രശ്നമല്ല. എനിക്ക് മെസ്സേജസ് വരാറുണ്ട്, അതായത് എത്ര കാശ് വാങ്ങിച്ചിട്ടാണ് ഇവർക്ക് ഗ്രേഡ് കൊടുക്കുന്നത്. നമുക്കിപ്പം ബാങ്കിൽ വിടാൻ സ്ഥലമില്ലല്ലേ. ടൂ മച്ച് ആയി പോയി. അതുകൊണ്ട് ഞാൻ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയാണ്, അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അത് അങ്ങനൊന്നും അല്ല. കാരണം കുട്ടികൾ പാടുന്ന അനുസരിച്ചാണ് കൊടുക്കുന്നത്. അത് ആരാണ് ഇടുന്നതെന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അത് പിന്നെ സംസാരിക്കാൻ തോന്നും. എന്തായാലും മോള് നന്നായിട്ട് ബോണ്ടാകുന്നതുകൊണ്ടൊന്നുമല്ല, നന്നായിട്ട് പാടി. അതുപോലെ തന്നെ രഘു ഫ്ലൂട്ട് അടിപൊളിയായിട്ട് വായിച്ചു, സാധ്യമായിട്ട് വായിച്ചു. ഒരു വേള നിന്നേർക്കു നീത്തില്ല. വെരി ഗുഡ്. Thank you, sir. Yes. 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 എന്റെ അമ്മോ, ഇത് ഉണ്ണിമേനൻ സാറാണ് പാട്ട് സംവിധായകൻ, മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ തന്നെ പാടിയല്ലേ, എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മ സാറാണ്. അതെ അല്ലേ. എന്തൊരു ബ്യൂട്ടിയാണ് അല്ലേ, ബ്യൂട്ടിഫുൾ സോങ്, വെരി ബ്യൂട്ടിഫുൾ. അത് എന്ത് ഒരുപാട് ലോങ് ലൈൻസ് ആണ്. അത് ചെറിയ ഈ പ്രായത്തില് ആ പാട്ട് പാടാൻ ഒന്ന് ആലോചിക്കാൻ തന്നെ അത് ബുദ്ധിമുട്ടാ. പക്ഷെ പാടി, മോള് പാടി, അതിന്റെ എക്സ്പ്രഷൻസ് ഒക്കെ, പിന്നെ ആ ഗമകങ്ങളൊക്കെ അങ്ങനെ വെച്ച് എല്ലാം. അതെന്താ, അത് ഫസ്റ്റ് ലൈൻ ഒന്ന് പാടി കേൾപ്പിക്കൂ. പല്ലവിയാണോ? ആ പല്ലവി, അത് ഹമ്മിങ് അല്ല. അത് കൊള്ളാല്ലേ. അതെ അതെ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. അത് പിന്നെ ഹൈ നോട്ട്സ് അല്ലേ, ഹൈ നോട്ട്സിന്റെ പ്യൂരിറ്റി, അത് അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ആ നോട്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല അവിടെ. അങ്ങനെ ഒരു മൈ ഗോഡ്, യു ആർ അമേസിങ് അനന്യ. Thank you. അതെ, ഒന്ന് നന്നായിട്ട് ഒഴിഞ്ഞിടണം അതിലല്ലേ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ചോയ്സ്. ആരാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്? അമ്മ അല്ലേ. അമ്മയോടും പിന്നെ നമ്മുടെ ഉണ്ണിമേനൻ ചേട്ടനോടും വലിയൊരു താങ്ക്സ്. നല്ല പാട്ട്, നമ്മുടെ അനന്യ നന്നായിട്ട് പാടി. ഇനിയും ഇങ്ങനെ തന്നെ ഒരു നല്ല പാട്ടുകൾ കൊണ്ടുവരണം സ്റ്റേജിൽ. യെസ് അല്ലേ. ബോണ്ട വേണ്ട, ഇനി നെക്സ്റ്റ് ടൈം വേറെ എന്തെങ്കിലും കൊണ്ടുവരാം. ഇതെന്തോന്നിത്? യെസ്, ഒരു മുട്ടായി പോലും കൊണ്ടുവരുന്നില്ല പിള്ളേരുടെ. ഒരുപാട് മുട്ടായി കൊണ്ടുവരുന്നു, അത് കൊണ്ടുവരാത്ത ആള് പറയണ്ട. അലുവ കൊണ്ടുവന്നാ മതി അടുത്തോണ. ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരരുത്. ഞാൻ അൽവ കൊടുക്കാം. ഇതുപോലെ ചേട്ടാ, അതൊക്കെ പോട്ടെ, ചേട്ടന്റെ വകയായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവരും. എന്താ വേണ്ടത് പറയൂ. വാട്ട് യു വാണ്ട്. എന്തായാലും ശിവു കൊണ്ടുവരുന്നില്ല, സിത്തും കൊണ്ടുവരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. എന്ത് വേണം? അപ്പൊ ബിരിയാണി ആയിക്കോട്ടെ. ശരി, പക്ഷെ ഞാൻ ഇനി വരുന്ന അടുത്ത ഷെഡ്യൂളിലേ വരത്തു. ആ ഷെഡ്യൂൾ മതി. വാങ്ങിച്ചു തന്നിരിക്കും. ഇവിടെ കേട്ടത്തില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ വാതൊക്കെ തന്നോളാം. അവിടെ ഞാൻ ജഡ്ജ് ചെയ്യും. അല്ല, ഞാൻ ജഡ്ജ് ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് കുട്ടികളുടെ പാട്ട് കേട്ടാ മതി. എനിക്ക് ഞാൻ ഐ വിൽ സ്റ്റാൻഡ് ദേർ ആൻഡ് ഹിയർ. ചേട്ടാ, തമാശയായിട്ട് പറഞ്ഞൊന്നും വിചാരിക്കണ്ട, സീരിയസ് ആയിട്ട് തന്നെ കിട്ടേ പറ്റൂ. ഇവിടെ തരും. ഇത് നമ്മുടെ കുമ്പിടിയുടെ പാട്ട്. ഈ എന്താണ്, അനന്യക്കുട്ടിയെ ആദ്യം കാണിച്ചപ്പോ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പിൽ മുഴുവൻ ഇങ്ങനെ ചുമന്ന ഇങ്ങനെ പെറ്റൽസ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴല്ലോ ഭയങ്കര, അപ്പൊ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഹമ്മിങ് സ്റ്റാർട്ട് ചെയ്ത് ആ പാട്ടും അങ്ങോട്ട് തുടങ്ങിയപ്പോ ചേട്ടാ അതൊരു ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏരിയയിൽ എന്തോരം ഫാൻസ് ആണെന്ന് അറിയാമോ അന്നനിക്ക്. ഒയ്യോ,
ഞാൻ ഇവിടുത്തെ നമ്മളെ എനിക്കും ഒരു നാവുണ്ടെങ്കിൽ ആ പാടി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ചോദിക്കണം, അനന്യയുടെ കൂടെ പാടിയല്ലേ, അനന്യയുടെ കൂടെ പാടിയല്ലേ. അയ്യോ ഗംഭീരം, അത്രയ്ക്ക് ഫാൻസ് ആണ് അവിടെ. ഓ, ഒരു ദിവസം വീട്ടിലോട്ട് വരണേ കേട്ടോ. എന്നിട്ട് എല്ലാവരും എവിടെയാണ് വീട്? ട്രിവാൻഡ്രത്ത് പറഞ്ഞേ, പറ്റിക്കരുത് കേട്ടാ. പേരെന്താ? വീടിന്റെ പേരറിഞ്ഞാലേ വരുള്ളൂ. ട്രിവാൻഡ്രത്ത് വന്നാ പോരെ. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് എവിടെയാണെന്ന് വെച്ച് വിളിച്ചാൽ മതി. ചേട്ടൻ കൊണ്ടുവന്നു. എന്ത് ചെയ്യാ ചേട്ടാ, എല്ലാവരുടെ പറഞ്ഞു ചേട്ടാ വിളിച്ചാ മതി, ചേട്ടൻ കൊണ്ട് വിളിച്ചാ. അപ്പൊ എന്തായാലും കലക്കി തകർത്തു. ഫോൺ നമ്പർ തന്നാ മതി, എന്നാ ഞാൻ വിളിച്ചോളാം. ഉറപ്പായിട്ടും തരും കേട്ടാ, ഉറപ്പായിട്ട് വരുമ്പോ ബോണ്ടായിട്ട് വരണേ. എനിക്ക് തോന്നുന്നത് അനന്യക്കുട്ടിയുടെ അതിഥിക്കുട്ടിയുടെ രണ്ടുപേരുടെയും പാട്ടിന്റെ അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രൈമറിലി അവരുടെ ഈ അവസരത്തിൽ അത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതായത് ഒരു 10-25 വർഷം മുമ്പേ ഞാനൊരു പനിയായിട്ട് ഏകദേശം ഒരു മാസം തിരുവനന്തപുരത്ത് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള അതിന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന ഒരു അവസരത്തിൽ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി, ഉണ്ണിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു അയ്യപ്പൻ സോങ്സ് ചെയ്ത് ഒരു 10 പാട്ട് ചെയ്തിരുന്നു 2 മാസം മുമ്പേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓർത്തിരിക്കുമ്പോൾ അടുത്ത ദിവസം പേയ്മെൻറ്റ് കൊടുക്കണം, പനിയൊക്കെ മാറി 1 മാസം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഓർത്തിരിക്കാതെ നനച്ചിരിക്കാതെ പെട്ടെന്ന് ഉണ്ണിച്ചേട്ടൻ എൻ്റെ റൂമിലേക്ക് കടന്നു വരികയും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന റെമ്യൂണറേഷൻ്റെ ഡബിൾ റെമ്യൂണറേഷൻ്റെ ഒരു ചെക്ക് എനിക്ക് തരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ കാരുണ്യത്തിലാണ് അന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് ഒരിക്കലും ഉണ്ണിച്ചേട്ടനെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരുപാട് പാട്ടുകൾ ഉണ്ണിച്ചേട്ടനായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായില്ല. പക്ഷേ ഇപ്പം മാർക്കോണി മത്തായി എന്ന് പറഞ്ഞ ശ്രീ വിജയ് സേതുപതിയും ജയറാമേട്ടനും കൂടി ചെയ്യുന്ന ആ സിനിമയിൽ ഒരു പാട്ട് ഉണ്ണിച്ചേട്ടൻ പാടിയിട്ടുണ്ട്. അത് അസാധ്യമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. സോ ഉണ്ണിച്ചേട്ടാ, ഐ ലവ് യു. So sweet. And I love this song too, and I love my Ananya Kuti too. Thank you. അപ്പൊ ഗ്രേഡ് ചേട്ടൻ കൊടുക്കുക. ഏതാ ഗ്രേഡ്? ഏതാ ഗ്രേഡ്? എങ്ങനെയാണ് ഇങ്ങനെ ചോദിക്കാതെ? ജോനപ്പാ, നമ്മുടെ മോക്ക് ഒരു 7 പൂക്കുറ്റി അടി, അടി പൂക്കുറ്റി. Congratulations, you are awarded a wow. പൊന്നുണ്ണി ഞാൻ നിന്റെ നെഞ്ചോരം ചേരാ
ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഓഡിയൻസ് ചോയ്സിന് വേണ്ടിയുള്ള ടൈമാണ്. ഓഡിയൻസ് എല്ലാവർക്കും ആരുടെ പാട്ടാ കേൾക്കണ്ടേ? ആരാ വരാൻ പോണേ? ഹലോ. ഹായ്, ചേച്ചിയുടെ പേരെന്താ? പേര് സ്റ്റെഫി. സ്റ്റെഫി. സ്റ്റെഫി ചേച്ചിയുടെ വീട് എവിടെയാ? അങ്കമാലി മഞ്ഞപ്ര എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങളെല്ലാം എല്ലാരും ഒരു സ്ഥലത്ത് നിന്നാണല്ലേ? അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അവിടെ നല്ല എനർജി ഉള്ള സ്ഥലമാണല്ലേ? അതെ അതെ. അപ്പൊ ഞങ്ങളുടെ ടോപ്പ് സിംഗറിൽ എല്ലാവർക്കും വേണ്ടി നല്ല എനർജിയിൽ ഒരു കൈയടി തരും. എല്ലാവരും ഒരു കൈയടി കൊടുത്തേ. താങ്ക് യു താങ്ക് യു. ടോപ്പ് സിംഗറിൽ എല്ലാവരും ഇഷ്ടമാണ്. ഇഷ്ടമാണ്. എന്താ ഇത്ര ഇഷ്ടം ടോപ്പ് സിംഗർ? നല്ല പരിപാടിയല്ലേ, കുട്ടികളൊക്കെ നന്നായിട്ടാ പാടുന്നേ. വാവന്മാരെല്ലാം വലിയ ഇഷ്ടമാണ് അല്ലേ? എന്റെ അമ്മച്ചി ഭയങ്കര ഫാനാണ്. വരാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ അനിയന്റെ അടുത്ത്. അപ്പൊ ടോപ്പ് സിംഗറിലെ ഏറ്റവും ഇഷ്ടം ആരെയാ? ഇന്നിപ്പോ ആദിത്യന്റെ പാട്ട് കേൾക്കാനാണ്. ആദിത്യന്റെ. അപ്പൊ ആദിത്യനെ കാണണ്ടേ? വിളിക്കട്ടെ. വെൽക്കം ആദിത്യൻ ഓൺ സ്റ്റേജ്. ഹലോ, സുഖാണോ? പേരെന്താ? സ്റ്റെഫി. നന്നായിട്ട് പാടും. സ്റ്റെഫി ചേച്ചിക്ക് ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? ഞാനിന്ന് നീലക്കണ്ണുള്ള മാനേ. ഇഷ്ടമാണോ പാട്ട്? കേക്കാം. താങ്ക് യു. നീ എനിക്കുള്ളതാണേ നീലക്കണ്ണുള്ള മാനേ നിനക്കിണക്കിളി ഞാനേ എനിക്കിണക്കിളി നീയേ ഇനിയുള്ള യാത്രയിൽ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ ഇണക്കങ്ങൾ പിണക്കങ്ങൾ കൊളുത്തിയില്ലേ കെടുത്തിയില്ലേ ഈ കഥ ജീവിതമായി മാറുകില്ലേ പൊട്ടിച്ചിരിച്ചും ഇടയ്ക്കിടെ വാശി പിടിച്ചും ഇഷ്ടമെന്ന വാക്കിനെ ുള്ളതാണേ നീലക്കണ്ണുള്ള മാനേ
ചേച്ചി സ്വയംവര സിൽക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? യെസ് ആരാത്? അനന്യക്കുട്ടിയാണ്. യെസ്, ആരാത്? അനന്യക്കുട്ടി. അതെ. വെൽക്കം അനന്യക്കുട്ടി ഓൺ സ്റ്റേജ്. ആയുർവേദ മിക്സ് മഞ്ഞൾ സോപ്പ് നൽകുന്ന ഒരു സമ്മാനം മൊമെന്റ് ഓഫ് ദ ഡേ ആണ് ചേച്ചി വെച്ചു കൊടുക്കുന്നു. Yeah.